degree of a relationship set refers to number of entity set that participate in a relationship set. ഒരു നമ്പർ ഓഫ് എൻറ്റിറ്റി സെറ്റ് ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മൾ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് യൂണറി ഉണ്ട്, ബൈനറി ഉണ്ട്, ടെർണറി ഉണ്ട്. ഏതൊക്കെയാണ്? യൂണറി, ബൈനറി ആൻഡ് ടെർണറി റിലേഷൻഷിപ്പ്. ഇനി എങ്ങനെയാണ് യൂണറി റിലേഷൻഷിപ്പിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ എംപ്ലോയി മാനേജർ ഓഫ് എംപ്ലോയി ഈസ് യൂണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയിയിൽ ഒരു മാനേജറുണ്ട്. എംപ്ലോയിയിൽ തന്നെ ഒരാളെന്താണ്, ഒരു മാനേജർ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1, E2, E3, E4, E5 എന്ന് പറയുന്നത് എൻറ്റിറ്റീസാണ്. E എന്ന് പറയുന്നൊരു എൻറ്റിറ്റിയാണ്. E എന്ന് പറയുന്ന എൻറ്റിറ്റിയാണ്. ഇതിൽ E1, E2, E3, E5 എന്ന് പറയുന്നത് എൻറ്റിറ്റി സെറ്റാണ്. ഈ എൻറ്റിറ്റി സെറ്റിൽ ഇതിൽ ഒരാൾ എംപ്ലോയി മാനേജറാണ്. ഇതെല്ലാം എംപ്ലോയീസാണ്. പക്ഷേ ഈ എംപ്ലോയീസിൽ തന്നെ മാനേജ് ചെയ്യുന്നൊരു എംപ്ലോയി ഉണ്ട്, അതാണ് മാനേജർ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ തന്നെ മാനേജ് ചെയ്യുന്ന എംപ്ലോയി തന്നെ മാനേജ് ചെയ്യുന്ന ഒരാൾ ഇതിനകത്ത് തന്നെ ഉള്ളതുകൊണ്ട്, എൻറ്റിറ്റി സെറ്റിനെ തന്നെ മാനേജ് ചെയ്യുന്ന ഒരാൾ ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് യൂണറി എന്ന് പറയാം. അപ്പോൾ അതാണ് പറയുന്നത് എംപ്ലോയി മാനേജർ ഓഫ് എംപ്ലോയി ഈസ് യൂണറി. അതാണ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാര്യം എൻറ്റിറ്റി സെറ്റിനകത്ത് തന്നെ ഒരാളുണ്ട് മാനേജറായിട്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നത്, മാനേജേഴ്സ് എംപ്ലോയീസ്. E1, E2, E3, E4 ആണ് മാനേജർ എന്ന് വിചാരിക്കുക. ദെൻ E5. അപ്പം E4 മാനേജേഴ്സ് E1, E2, E3 ആൻഡ് E4. അല്ലെങ്കിൽ E4 മാനേജേഴ്സ് E1, E2, E3 ആൻഡ് E5 എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താ പറയുന്നത്, ഇതെല്ലാം എംപ്ലോയിയാണ്, എംപ്ലോയി സെറ്റാണ്. എംപ്ലോയി സെറ്റിൽ തന്നെ ഉള്ളൊരു എംപ്ലോയീസിനെ തന്നെ മാനേജ് ചെയ്യുന്നതാണ് യൂണറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറെ യൂണറി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പറയാം. സ്റ്റുഡൻറ്റ് ലീഡർ എന്ന് പറയും നമുക്ക് പറയാം. സ്റ്റുഡൻസിൽ തന്നെ ഒരാൾ ആരായിരിക്കും, ലീഡർ ആയിരിക്കും. അപ്പോൾ സ്റ്റാഫ് HOD എന്ന് പറയാം. സ്റ്റാഫിൽ തന്നെ ഒരാൾ HOD ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ അതൊക്കെ യൂണറി റിലേഷൻഷിപ്പാണ്. രണ്ടാമത്തേത് ബൈനറി റിലേഷൻഷിപ്പ്. ബൈനറി റിലേഷൻഷിപ്പിൽ 2 എൻറ്റിറ്റി സെറ്റ് കാണും. അതിൽ ഒന്ന് എംപ്ലോയി, 2 ഡിപ്പാർട്ട്മെൻറ്റ്. എക്സാമ്പിൾ പറഞ്ഞേക്കുവാണ്. എംപ്ലോയി വർക്ക് ഫോർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഡോക്ടർ പേഷ്യൻറ്റ്, അതുപോലെ സ്കൂൾ സ്റ്റുഡൻറ്റ്, കോളേജ് സ്റ്റുഡൻറ്റ്, കോളേജ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന 2 എൻറ്റിറ്റിയെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസോസിയേഷൻ വെച്ച് നമുക്ക് റിലേറ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് 2 റിലേഷൻഷിപ്പിനെ 2 എൻറ്റിറ്റിയെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്താണ്, അതിനെ നമുക്ക് ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഇനി മൂന്നാമത് പറയുന്നതാണ് ടെർണറി റിലേഷൻഷിപ്പ്. ടെർണറി റിലേഷൻഷിപ്പിൽ 3 എൻറ്റിറ്റീസാണ് വരുന്നത്. 3 എൻറ്റിറ്റീസിൽ ഇവിടെ പറയുന്നത് ഡോക്ടർ, പേഷ്യൻറ്റ്, മെഡിസിൻ. ഇപ്പോൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ, പേഷ്യൻറ്റ്, ദെൻ മെഡിസിൻ എന്നാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ ഹിയർ കസ്റ്റമർ പർച്ചേസ്, വേറൊരെണ്ണം പറയുകയാണ് കസ്റ്റമർ പർച്ചേസ് ഐറ്റം, ദെൻ ഷോപ്പ് കീപ്പർ ഈസ് എ ടെർണറി റിലേഷൻഷിപ്പ്. ഇത് വേറൊരെണ്ണം പറയുന്നതാണ്. 3 എൻറ്റിറ്റിയും ഒരു റിലേഷൻഷിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ടെർണറി എന്ന് പറയാം. നെക്സ്റ്റ് കാർഡിനാലിറ്റീസ് എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ മാപ്പിംഗ് കാർഡിനാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസ് ദ നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ടു വിച്ച് അനദർ എൻറ്റിറ്റി ക്യാൻ ബി അസോസിയേറ്റഡ് ബൈ എ റിലേഷൻഷിപ്പ് സെറ്റ്. ഒരു എൻറ്റിറ്റിയിൽ നിന്നും വേറൊരു എൻറ്റിറ്റിയിലോട്ട് റിലേഷൻഷിപ്പ് വഴി ഒരു അസോസിയേഷൻ പറയുന്നതാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. യൂസ്ഫുൾ ഇൻ ഡിസ്ക്രൈബിംഗ് ബൈനറി റിലേഷൻഷിപ്പ് സെറ്റ്. ദെൻ ബൈനറി റിലേഷൻഷിപ്പ് സെറ്റ് ഇൻ ദ മാപ്പിംഗ് കാർഡിനാലിറ്റി മസ്റ്റ് ബി 1 to 1, 1 to many, many to 1, many to many. Then 1 to 1, 1 to n, m to 1, m to n. ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മാപ്പിംഗ് കാർഡിനാലിറ്റിയിൽ 1 to 1 റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 1 to 1 റിലേഷൻഷിപ്പിൽ
ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് പോലെ പേഴ്സൺ ചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ചെയർ ഉണ്ടെങ്കിൽ 5 പേഴ്സൺ ഉണ്ടെങ്കിൽ 5 പേർക്കും 5 ചെയർ, ഒരാൾക്ക് ഒരു ചെയർ എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറയാം 1-to-1 റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെയർ ഒരു പേഴ്സൺ, അങ്ങനെയാണെങ്കിൽ പേഴ്സണ് ഒരു ചെയർ, തിരിച്ചും പറയാം. അതുപോലെ 1-to-1 റിലേഷന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പേഴ്സണൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഒരാൾക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഒരു പേഴ്സണ് എന്നുള്ള രീതിയിലും പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1-to-1 റിലേഷൻഷിപ്പിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 1-to-1 റിലേഷൻഷിപ്പ് നമ്മൾ കാർഡിനാലിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയുന്നത് എക്സ്പ്രസ് ദ നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ടു വിച്ച് അനദർ എൻറ്റിറ്റി, ഒരു എൻറ്റിറ്റിയിൽ നിന്ന് വേറൊരു എൻറ്റിറ്റിയെ അസോസിയേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പിനെ എക്സ്പ്രസ് ചെയ്യാൻ, നമ്പർ ഓഫ് എൻറ്റിറ്റീസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്പർ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 1-to-1 വെച്ചിട്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്നതിൽ നിന്ന് ഒന്ന് എന്നുള്ള റിലേഷൻ ആണെങ്കിലാണ് എപ്പോഴും നമുക്ക് 1-to-1 റിലേഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു കസ്റ്റമർ ഒരു ലോൺ എന്നുള്ള രീതിയിലാണെങ്കിൽ 1-to-1. അപ്പോൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോറോവറിൽ നിന്ന് ഒരു ആരോ, ദെൻ കസ്റ്റമറിലോട്ടും ബോറോവറിൽ നിന്ന് ഒരു ആരോ ലോണിലോട്ട്, ഇത് 1-to-1. കാര്യം കസ്റ്റമർ ലോൺ, ഒരു കസ്റ്റമറിന് ഒരു ലോൺ, ഒരു ലോൺ ഒരു കസ്റ്റമറിന് എന്നുള്ള രീതിയിൽ 1-to-1 റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1-to-many റിലേഷൻഷിപ്പ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. 1-to-many റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. പബ്ലിഷർ ബുക്ക്, നമുക്കറിയാം ഓൺ പബ്ലിഷർ ക്യാൻ പബ്ലിഷ് മെനി ബുക്സ് അല്ലേ. ഒരു പബ്ലിഷറിന് എത്ര ബുക്സ് വേണമെങ്കിലും പബ്ലിഷ് ചെയ്യാം. ഓൺ ബുക്ക് ക്യാൻ ഓൺലി ബി പബ്ലിഷ്ഡ് ബൈ വൺ പബ്ലിഷർ. ഒരു ബുക്ക് എന്തായാലും ഒരു പബ്ലിഷറിനല്ലേ പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ തിരിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, വൺ പബ്ലിഷർ ക്യാൻ പബ്ലിഷ് മെനി ബുക്സ്. അപ്പോൾ അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് 1-to-many എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം 1-to-many, ഇവിടെ 1 ആണ് പറയുന്നത്, ദെൻ ഇവിടെ മെനി ആണ് പറയുന്നത്. മെനി ഒരു ജസ്റ്റ് സിംഗിൾ ആരോ വെച്ചിട്ട്. അപ്പോൾ ഒരു കസ്റ്റമർ മെനി ലോൺ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഒരു റെപ്രസെൻറ്റേഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ മെനി എംപ്ലോയീസ്, ഓർഗനൈസേഷൻ മെനി എംപ്ലോയീസ്. ഇവിടെ ഒരു ഓർഗനൈസേഷൻ 2 എംപ്ലോയി, ഇവിടെ ഒരു ഓർഗനൈസേഷൻ 1 എംപ്ലോയി, ഇവിടെ ഒരു ഓർഗനൈസേഷൻ 2 എംപ്ലോയി, അങ്ങനെ 1-to-many റിലേഷൻഷിപ്സ്. ഇനി നെക്സ്റ്റ് പറയുന്നത് many-to-one റിലേഷൻഷിപ്പ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞത് തന്നെ നമുക്ക് ബുക്ക് പബ്ലിഷർ എന്നുള്ളത് തിരിച്ച് പറയാം. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ബുക്ക് ക്യാൻ ബി പബ്ലിഷ്ഡ് ബൈ വൺ പബ്ലിഷർ അല്ലേ. വൺ ബുക്ക് ക്യാൻ ഒൺലി ബി പബ്ലിഷ്ഡ് ബൈ വൺ പബ്ലിഷർ. ഒരു ബുക്ക് ഒരു പബ്ലിഷറിനെ പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് പറയാം 1-to-many നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെയാണ്? ഇപ്പോൾ ബുക്കിൻ്റെയും പബ്ലിഷറിൻ്റെയും കേസിൽ പറയുകയാണെങ്കിൽ ബുക്ക് ക്യാൻ ബി പബ്ലിഷ്ഡ് ബൈ ഡിഫറെൻറ്റ് ബുക്ക് ക്യാൻ ബി പബ്ലിഷ്ഡ് ബൈ, ഒരുപാട് ബുക്സ് ഉണ്ട് ക്യാൻ ബി പബ്ലിഷ്ഡ് ബൈ വൺ പബ്ലിഷർ, മീൻസ് 1-to-many അല്ലേ. അപ്പം നമുക്ക് തിരിച്ചും പറഞ്ഞുകൂടെ ഇത്, മെനി ഡിഫറെൻറ്റ് ബുക്സ് ക്യാൻ ബി പബ്ലിഷ്ഡ് ബൈ വൺ പബ്ലിഷർ എന്നും പറയാം. അപ്പം അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത് മെനി എംപ്ലോയീസ് ഓൺ ഡിപ്പാർട്ട്മെൻറ്റ്. 1-to-many തന്നെ നമുക്ക് തിരിച്ച് പറയപ്പോഴത്തേക്കും many-to-one ആയി. അപ്പോൾ ഇവിടെ തിരിച്ച് പറയുന്ന കസ്റ്റമർ മെനി കസ്റ്റമർ ഓൺ ലോൺ, ഇവിടെ മെനിയാണ് ആരോ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഹൈഫൺ ഇട്ടേക്കുന്നത് ഓൺ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് many-to-many റെപ്രസെൻറ്റ് ചെയ്യാൻ. many-to-many റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിംഗിൾ ലൈൻ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ നമുക്ക് many-to-many റെപ്രസെൻറ്റ് ചെയ്യാൻ ഓതറും ബുക്കും പറയാം. നമുക്ക് ഒരു ഓതറും ബുക്കും പറയുകയാണെങ്കിൽ വൺ ആദർ ക്യാൻ റൈറ്റ് മെനി ബുക്സ് അല്ലേ. പറഞ്ഞൂടെ, ഒരു ഓതറിന് ഡിഫറെൻറ്റ് ബുക്സ് റൈറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് പറയാം വൺ ബുക്ക് ക്യാൻ റൈറ്റൺ ബൈ മെനി ഓതേഴ്സ് എന്നും പറയാം അല്ലേ. ഒരു ബുക്ക് ഒരുപാട് ഓതേഴ്സിന് എഴുതാം. അതുപോലെ ഒരു ഓതറിന്
ഡിഫറെൻറ്റ് ബുക്സും എഴുതാം. അപ്പം ഇതെന്ന് പറയുന്നത് മെനി ടു മെനി റിലേഷൻഷിപ്പാണ്. അപ്പോൾ സ്റ്റുഡൻറ്റിന് ഡിഫറെൻറ്റ് കോഴ്സ് എടുക്കാം, ഡിഫറെൻറ്റ് സ്റ്റുഡൻസിനും എടുക്കാം എന്ന് പറയുന്നത് പോലെ അത് മെനി ടു മെനി റിലേഷൻഷിപ്പാണ്. അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. കസ്റ്റമേഴ്സിന് എത്ര ലോൺ വേണമെങ്കിലും എടുക്കാം, എത്ര ലോൺ വേണമെങ്കിലും എത്ര കസ്റ്റമേഴ്സിനും എടുക്കാം എന്ന് പറയുന്നത്. അപ്പോൾ അത് സിംഗിൾ ലൈൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മെനി ടു മെനി. ഇപ്പം കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എത്ര എൻറ്റിറ്റി സെറ്റ്, ഒരു എൻറ്റിറ്റിയിലുള്ള എൻറ്റിറ്റി സെറ്റ് ഈ പറയുന്ന എൻറ്റിറ്റി സെറ്റുമായിട്ട് നമ്പർ ഓഫ് പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡിനാലിറ്റി പറയുന്നത്. 4 ടൈപ്പിലുള്ള കാർഡിനാലിറ്റി ഉണ്ട്. 1 to 1, 1 to many, many to 1 ആൻഡ് many to many കാർഡിനാലിറ്റി.